എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. റവയും പഴവും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള റവയാണ്. ഇനി റവയൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 6 ഏലക്കായുടെ കുരു ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ റവയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാതും ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത്. 2 വലിയ അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരം ചിരകിയത് ചേർക്കാം. 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണെങ്കിലും ചേർക്കാം. ഒരു 1/4 കപ്പ് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കേണ്ടത്. കുറേശ്ശെയായിട്ട് റവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റവയൊക്കെ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ മാവ് ഇത്രയും ലൂസായിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഇനി ഇതിൽ റവയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം 20 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ കണ്ടത് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് മാവ് ഇരിക്കേണ്ടത്. എന്നാലേ നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താലും മതി. ഇനി ഇത് ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ എണ്ണ നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കൂടി പോവുകയാണെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്